ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബൈബിൾ ഇടയന്മാരുടെ മണമുള്ള പുസ്തകമാണ്. ഹൃദയസ്പർശിയായ ജീവിതഗ്രന്ഥികളടങ്ങിയ ധാരാളം ഇടയന്മാരെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആടുകളോടൊപ്പം തൻ്റെ ഇടയ ശുശ്രൂഷ നിർവഹിച്ച് ഇസ്രായേലിൻ്റെ മഹാരാജാവായി തീർന്ന ദാവീദും, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയും വലിയ ആവേശമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത് ഇന്നത്തെ പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിനെ ധന്യമാക്കിക്കൊണ്ട് കേരള സഭയിലെ ഒരു ഉജ്ജ്വലനായ വാഗ്മിയും നല്ല ഒരു സുവിശേഷ പ്രഘോഷകനും ഒരു ഉത്തമ ധ്യാനഗുരുവുമായ ഒരു അഭിവന്യ പിതാവിനോടൊപ്പമാണ് ഈ എപ്പിസോഡ് നാം ചെലവഴിക്കുന്നത്. സിറോ മലബാർ സഭയുടെ ശംഷാബാദ് രൂപതയുടെ അധ്യക്ഷനായ അഭിവന്യനായ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിതാവേ, തട്ടിൽ പിതാവ് ഷാലോം പ്രേക്ഷകർക്കും മറ്റ് മാധ്യമങ്ങൾക്കും വളരെ സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ്. ഇന്ന് മാധ്യമങ്ങളും മറ്റു വേദികളും പൗരോഹിത്യത്തെയും സന്യസ്ത ജീവിതത്തെയും താറടിച്ച് കാണിക്കുന്ന ഈ അവസ്ഥയിൽ 38 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ നിറവിൽ ജീവിക്കുന്ന അങ്ങ് പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചുള്ള, സന്യസ്ത ജീവിതത്തെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് ഒന്ന് വിശദീകരിക്കാം. 38 വർഷക്കാലം ഒരു വൈദികനായി ജീവിച്ചതിൽ ഒരു 10 വർഷത്തോളം ഒരു ബിഷപ്പായിട്ട് ശുശ്രൂഷ ചെയ്തതിൽ എന്നും നിറഞ്ഞ ആത്മസംതൃപ്തി എനിക്കുണ്ട്. ഞാൻ വൈദികനായതിൽ തെറ്റിപ്പോയ ഒരു തീരുമാനമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്നും ഒരു പുതിയ അഭിഷേകത്തോടെ പൗരോഹിത്യത്തെയും എൻ്റെ അജപാലന ശുശ്രൂഷയെയും അനിതര സാധാരണമായിട്ടുള്ള സംതൃപ്തിയോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് പൗരോഹിത്യത്തെയും സമർപ്പിത ജീവിതത്തെയും ഒക്കെ വല്ലാതെ വിമർശിക്കുന്നുണ്ട്. അതിൽ നമുക്കൊക്കെ വേദനയുമുണ്ട്. ഈ വിമർശനത്തിലെ രണ്ടംശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ വിമർശനത്തിലൂടെ മറ്റുള്ളവർ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകരുത്. അത് തിരുത്താൻ ഒരുപക്ഷെ അവരിലൂടെ ദൈവം നമുക്ക് ഒരവസരം ഒരുക്കുന്നു. രണ്ടാമത്, അകാരണമായി വസ്തുതകൾക്ക് നിരക്കാത്ത വിധത്തിൽ, സത്യസന്ധമല്ലാത്ത വിധത്തിൽ നടന്ന ഒരുപാട് ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ അസ്വസ്ഥരാകരുത്. കാരണം പ്രതിസന്ധികൾ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ളൊരു സഭയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ക്രിസ്തു വിധിക്കപ്പെടുന്നത് തന്നെ അകാരണമായിട്ടാണ്. പീലാത്തോസ് ചരിത്രപരമായിട്ട് കൈ കഴുകുന്ന തുവാലയിൽ തുടയ്ക്കുന്നത് ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് പ്രതിസന്ധികൾ ഒരിക്കലും ഒന്നിൻ്റെ അവസാനമൊന്നുമല്ല.
ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിൽ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, ബെനഡിക്ട് 16 മാർപ്പാപ്പ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് താഴോട്ട് ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മാർപ്പാപ്പയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തത്. അങ്ങനെ ഒരു ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ അങ്ങേക്ക് പേടി ഒന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം കൊടുത്ത മറുപടി എന്നെ വളരെ ആകർഷിച്ചൊരു മറുപടി അദ്ദേഹം കൊടുത്തു. എവറി പ്രോബ്ലം ഓപ്പൺസ് ദ ഡോർ ഫോർ എ ന്യൂ പോസിബിലിറ്റി. പ്രശ്നങ്ങൾ ഒന്നിൻ്റെ അവസാനമല്ല, പ്രശ്നങ്ങൾ ഒരു പുതിയ പന്തക്കുസ്തയാണ്, കതക് തുറക്കാനുള്ളൊരവസരം. എവരി ക്രൈസിസ് ഇസ് നോട്ട് എൻ എൻഡ്, ഇറ്റ് ഈസ് ഓപ്പണിംഗ് ദ ഡോർ ഫോർ എ ന്യൂ ക്രിയേഷൻ. അപ്പം അതുകൊണ്ട് ഈ വൈദിക ജീവിതത്തെയും സമർപ്പിത ജീവിതത്തെയും ഒക്കെ അതിൽ ഒറ്റ വിധത്തിൽ പരിഹാസമാക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്ന വാദപ്രതിവാദങ്ങൾ, വിമർശനങ്ങൾ നല്ലർത്ഥത്തിൽ നോക്കി കാണണം. അതിൻ്റെ അകത്ത് തിരുത്തേണ്ട തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ നമ്മൾ സന്നദ്ധത, സന്മനസ് കാണിക്കണം. 2, അകാരണമായും അസ്ഥാനത്തുമായിട്ട് നടത്തുന്ന വിമർശനങ്ങളെ പേടിച്ച് പിറകോട്ട് മാറാനും പാടില്ല. അതേക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാട് അതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, എത്രയോ വിശുദ്ധ ജീവിതങ്ങൾ വൈദിക സമർപ്പിത ജീവിതത്തിൽ നമ്മുടെ മുൻപിലുണ്ട്. എത്രയോ കുലീന കുടുംബങ്ങളിൽ, എത്രയോ സാമ്പത്തിക സുസ്ഥിതിയുള്ള കുടുംബങ്ങളിൽ നിന്ന് വളരെ അഭ്യസ്തവിദ്യരായിട്ട് വലിയ നിലയിൽ ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ ഇറങ്ങി വന്ന് വൈദികരായ, സുഗന്ധം പരത്തിയ, ഒരുപാട് പുണ്യപുഷ്പങ്ങളുള്ള ഒരു സഭയാണ് നമ്മുടേത്. അതിൻ്റെ കൂട്ടത്തിൽ യൂദാസിനെ പോലെ വഴി വിട്ടുപോയവരും വഴി തെറ്റിപ്പോയവരും ഉണ്ട്. ഇത് രണ്ടിനെയും കാണേണ്ട വിധത്തിൽ കാണാൻ, ദ റൈറ്റ് ആംഗിൾ വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് നമുക്ക് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നേ നമ്മളിപ്പോൾ കാണിക്കുന്ന അസ്വസ്ഥത മാറിപ്പോകും. അത് നമുക്കൊരു പുതിയ അവസരത്തിലേക്ക് വാതിൽ തുറക്കുമെന്നാണ് എൻ്റെ പരിപൂർണമായിട്ടുള്ള വിശ്വാസം. പിതാവേ, ഇന്ന് യൂറോപ്പിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും പള്ളികൾ വിജനമാണ്, പൂട്ടിയിടുന്നു, വിൽക്കപ്പെടുന്നു. ഈ അവസരത്തിൽ ഭാരതത്തിലെ 23ഓളം സ്റ്റേറ്റുകളിൽ ആജപാലന ദൗത്യം നിർവഹിക്കുന്ന അങ്ങ് ഭാരതീയ ക്രൈസ്തവരുടെ ആധ്യാത്മിക ജീവിതത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിൻ്റെ വളർച്ച എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ? മിഷന് പ്രതിസന്ധി ഉണ്ടെന്നുള്ളത് സത്യമാണ്. മാർപ്പാപ്പ പറയുന്ന സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ളൊരു നിർവചനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ്. അനുകൂല കാലങ്ങളിൽ വിത്തിറക്കി വളമിട്ട് വിളവ് കൊയ്യുന്ന ഒരു പ്രക്രിയയല്ല സുവിശേഷവൽക്കരണം. എന്നൊക്കെ സഭയ്ക്ക് ആനുകൂല്യങ്ങളുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ, അന്നൊക്കെ സഭ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. എന്നൊക്കെ സഭയുടെ മുൻപിൽ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ടോ, അന്നൊക്കെ സഭ വഴി തെറ്റാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. അസാധാരണ മിഷൻ മാസം ആഘോഷിക്കുന്നതിന് കാരണമായിട്ടുള്ള മാക്സിമം ഇല്ലൂദ് എന്ന പ്രമാണരേഖ ബെനഡിക്ട് 15 മാർപ്പാപ്പ 1919 നവംബർ മാസം 30 പ്രസിദ്ധീകരിച്ചത് ചരിത്രകാരന്മാർ വിളിക്കുന്നത് തെറ്റുതിരുത്തൽ രേഖ എന്നാണ്. ഇറ്റ്സ് എ കറക്റ്റീവ് എൻസിക്ലിക്കൽ. സുവിശേഷ പ്രവർത്തനത്തിലെ സഭയ്ക്ക് പറ്റിയ 2 വലിയ മണ്ടത്തരങ്ങൾ തിരുത്താൻ
മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നതാണ് ഈ എൻസിക്ലിക്കലിൻ്റെ കാതൽ. സഭയ്ക്ക് രാജാക്കന്മാർ നൽകിയ പേട്രണേജ്, അത് സഭയ്ക്ക് ഒരുപാട് അധികാരം നൽകി, അവകാശം നൽകി, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ നൽകി. തൽഫലമായിട്ട് മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് രാജ്യവ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് മാറി. മാർപ്പാപ്പ അതിനെ വിളിക്കുന്ന പേരാണ് കൊളോണിയലൈസേഷൻ. സ്പെയിൻകാർ ലാറ്റിൻ അമേരിക്ക കണ്ടുപിടിച്ചു, പോർട്ടീസുകാർ ലാറ്റിൻ അമേരിക്കൻ മിഷന് പോയി. ദൈവരാജ്യം വളർത്താൻ പോയി എന്ന് പറയുന്നതിനേക്കാൾ സ്വന്തം രാജ്യം വലുതാക്കാൻ പോയതാണ്. സഭ അതിൻ്റെ പിന്നാലെ കൂടിയെന്ന് മാത്രം. നമുക്കറിയാം, ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്നു. അവർ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും ഏറെ കടപ്പാടോടും നന്ദിയോടും കൂടെ ഓർക്കുന്നു. പക്ഷെ അവർ വന്നത് ഒരു കച്ചവട താല്പര്യത്തിനാണ്. ആൻഡ് ദ ചർച്ച് ബിക്കെയിം പാർട്ട് ഓഫ് ദിസ് കൊമേഴ്സ്യലൈസേഷൻ. ഈ രണ്ട് തിരുത്തലുകൾ, കൊളനൈസേഷൻ ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ, അത് തിരുത്താനാണ് ഇപ്പോഴത്തെ നമ്മുടെ പരിശ്രമം. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഈ പ്രതിസന്ധികൾ മിഷൻ പ്രവർത്തനത്തിൻ്റെ മുൻപിലുണ്ട് എന്ന് പറയുമ്പോൾ അത് എക്സാജറേറ്റ് ചെയ്ത് മിഷൻ പ്രവർത്തനത്തിന് ഇനി പോയി കഴിഞ്ഞാൽ തല പോകും, പ്രതിസന്ധികൾ നമ്മളെ നശിപ്പിച്ച് കളയും, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു നിലപാട് ക്രൈസ്തവ റാഡിക്കലിസത്തിൻ്റെ, ക്രൈസ്തവ വിപ്ലവാത്മകതയുടെ അഭാവത്തിൻ്റെ അടയാളമാണ്. അപ്പം അതുകൊണ്ട് ഞാനെപ്പോഴും പറയും, പ്രതിസന്ധികൾ ഉള്ളിടത്താണ് സഭയ്ക്ക് സുവിശേഷവൽക്കരണത്തിൻ്റെ സാധ്യതകൾ കൂടുതലുള്ളത്. ഇന്ന് സഭയിലെ ഓൾ ഇന്ത്യ ലെവലിൽ എനിക്ക് തോന്നുന്ന ഒരു ചിന്ത ഞാൻ പറയാം. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ മുഴുവൻ കാതൽ ഈ പട്ടണപ്രദേശത്തുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. ഒരുപക്ഷെ ഒരു എൻട്രി ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ആ എൻട്രിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് പ്രവേശിച്ച മിഷണറി പ്രവർത്തനങ്ങൾ ഇല്ലെന്നുള്ള ഒരർത്ഥമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കത്തോലിക്ക സഭയുടെ മിക്കവാറും എല്ലാ രൂപതകളും മിഷൻ പ്രവർത്തനത്തിലെ പട്ടണങ്ങളിൽ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലെ ഒതുങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു കൊമേഴ്സ്യലൈസേഷനുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പണമില്ലാതെ മിഷൻ പ്രവർത്തനം നടത്താൻ പറ്റില്ല. പക്ഷെ പണം കൂടിയാലേ മിഷൻ പ്രവർത്തനം നടക്കുന്നില്ല. നമ്മുടെ ചിലപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന മിഷണറിമാരെ മിഷനിൽ ജീവിക്കുന്ന ശൈലി കണ്ടിട്ട് അവർ പറയാറുണ്ട്, കേരളത്തെക്കാളും സുഖമായിട്ടാണ് അവർ മിഷനിൽ. മറ്റുള്ള ഭാഗം ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല. എന്നാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കുഗ്രാമങ്ങളിലെ കർത്താവിൻ്റെ കുരിശിലെ കർത്താവിനോട് ചേർന്ന് കിടക്കുന്ന ധാരാളം മിഷണറിമാരും നമ്മുടെ സഭയ്ക്ക് ഉണ്ട്. പക്ഷെ പൊതുവെ കാണുന്നൊരു ട്രെൻഡ് മിഷൻ പ്രവർത്തനങ്ങൾ സ്ഥാപനവൽക്കരണങ്ങളായിട്ട് മാറുകയാണ്. ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ നടത്താനുള്ള സാധ്യതകൾ ഉള്ളിടത്ത് പോലും സ്ഥാപനങ്ങളിലൂടെ ഇൻഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ എന്ന പേര് പറഞ്ഞ് നമ്മൾ ഒതുങ്ങുന്നുണ്ടെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. ഞാൻ തെറ്റായിട്ട് പറയുന്നതായിരിക്കാം. ഒരുപക്ഷെ എല്ലാ മിഷണറിമാരുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അനുഭവം തുലവും തുച്ഛമാണ്. പക്ഷെ ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളത്, വിളവധികം, വേലക്കാരോ ചുരുക്കം. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കണം. അതുകൊണ്ട് ഞാനും നിങ്ങളും കച്ച കെട്ടി ഇറങ്ങണം. മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രൈമറി ഒബ്ലിഗേഷനാണ്. ഇറ്റ് ഈസ് നോട്ട് എ സെക്കൻഡറി. ഇവിടെ നമുക്ക് പറ്റിയിരിക്കുന്നത് സ്ഥാപനവൽക്കരണം ഒരു പ്രൈമറി മെത്തഡോളജിയാക്കി നമ്മൾ മാറ്റി.
പിതാവ് മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ കുറവുകളും ലാർജർ പോസിബിലിറ്റീസും പിതാവ് വളരെയധികമായിട്ട് വിശദീകരിച്ചു. എന്നെപ്പോലെയുള്ള ഒരു സാധാരണ വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ഒരു മിഷണറിയായിട്ട് രൂപാന്തരപ്പെടാൻ സാധിക്കും, അതിൻ്റെ സാധ്യതകൾ, വഴികൾ എന്താണെന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണിത്. കാരണം വൈദിക ദൈവവിളികൾ താരതമ്യേന കുറഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സന്യസ്ത ദൈവവിളികൾ സ്ത്രീകളുടെ വല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ സ്ത്രീകളുടെ ഇടയിലുള്ള ദൈവവിളികളുടെ ക്ഷാമം അതേ അളവിൽ തന്നെ ഒരു പക്ഷേ വൈദിക ദൈവവിളികളുടെ കാര്യത്തിലുണ്ടായിട്ടില്ല. പക്ഷെ ദൈവവിളികൾ കുറയുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന്. ഇവിടെ ഞാൻ കാണുന്ന ഒരു പുതിയ ചക്രവാളമുണ്ട്. കേരളത്തിൽ നിന്ന് വൈദികരെ മിഷനിലേക്ക് പോകാൻ ഇഷ്ടക്കുറവ് കാണിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന കേരള സഭയുടെ പശ്ചാത്തലത്തിലെ ഒരു പുതിയ പന്തക്കൊസ്ത, ഒരു പുതിയ ഉണർവ് അൽമായരുടെ ഇടയിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇപ്പോൾ ജീസസ് യൂത്ത് ഇൻ്റർനാഷണലിൻ്റെ എക്ലസിയാസ്റ്റിക്കൽ അഡ്വൈസറാണ് പാവപ്പെട്ട തട്ടിപ്പിതാവ്. എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും, അവർ ഇന്ന് മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് അൽമായയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആവേശകരമായിട്ടുള്ളൊരു മുന്നേറ്റമുണ്ട്. അത് ഒരു പുതിയ പന്തക്കുസ്ത അനുഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പെഷാലോം, ഈ ഷക്കേന, അങ്ങനെയൊക്കെയുള്ള മിനിസ്ട്രികൾ സുവിശേഷവൽക്കരണ മേഖലയിലെ അൽമായയുടെ മുന്നേറ്റത്തിൻ്റെ തെളിവാണ്. കഴിഞ്ഞ മെയ് മാസത്തിലെ നമ്മളുടെ നെടുമ്പാശ്ശേരിയുടെ ഓഡിറ്റോറിയത്തിലെ, സിയാലിൻ്റെ ഓഡിറ്റോറിയത്തിലെ ഫിയാത്ത് മിഷ്യൻ്റെ GGM മിഷണറി കോൺഫറൻസ് നടന്നപ്പോൾ അച്ഛന്മാരും കന്യാസ്ത്രീകളൊന്നല്ല ഇനി ചുക്കാൻ പിടിച്ചത്, അൽമായരാണ്. അവിടെ വെച്ചൊരു കണക്ക് കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി. 20 ഭാഷകളിൽ 25 ലക്ഷം ബൈബിളുകൾ അവരെ വിതരണം ചെയ്തു. ഒരുപാട് സ്ഥലത്ത് ആരാധനയിൽ അവിടെ ആളുകൾ സമയം കണ്ടെത്തി. അതുപോലെ തന്നെ അൽമായയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫെല്ലോഷിപ്പ് മിനിസ്ട്രി, സ്വാന്തന കമ്മ്യൂണിറ്റി, അതൊക്കെ നമുക്ക് നൽകുന്ന ഒരു പുതിയ ഉണർവുണ്ട്. അതായത് അച്ഛന്മാരെ ഇല്ലാതെ വന്നാൽ, സമർപ്പിതർ ഇല്ലാതെ വന്നാൽ മിഷൻ പ്രവർത്തനം അവസാനിക്കുമെന്നുള്ള ഒരു പേടി വേണ്ട. പുതിയ മുകുളങ്ങൾ, പുതിയ ദളങ്ങൾ, പുതിയ ബ്രാഞ്ചിങ്ങുകൾ സഭയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനെ കുറേ കൂടെ തുറവിയോടുകൂടെ കത്തോലിക്ക സഭ കാണണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരുപക്ഷെ അൽമായൻ്റെ ലോകം ഞങ്ങളെപ്പോലെ ദൈവശാസ്ത്രത്തിൻ്റെ ലോകമല്ല, പ്രായോഗിക ശാസ്ത്രത്തിൻ്റെ ലോകമാണ്. അവൻ്റെ ഹൃദയത്തിലുള്ള വിശ്വാസം അതൊരു വിളക്കാണ്. അത് പീഠത്തെ വയ്ക്കാൻ സഭ കൂടുതൽ പണം സ്പെൻഡ് ചെയ്യണം, കൂടുതൽ അവസരം ഒരുക്കണം. ഇപ്പോൾ പല സെമിനാരികളിലും അൽമായർക്ക് ദൈവശാസ്ത്ര കോഴ്സുകൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്ന കാര്യക്ഷമമാക്കണം. വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് ഫണ്ട് സ്വരൂപിക്കാൻ സഭ കാണിക്കുന്ന ഈ ദൂരക്കാഴ്ച, അൽമായനെയും ദൈവശാസ്ത്രം പഠിപ്പിക്കാൻ സഭ ശ്രമിക്കണം. അവരായിരിക്കുന്ന പ്രൊഫഷനിലെ അവരെ ഉപയോഗപ്പെടുത്തി അവരിലൂടെ സുവിശേഷവൽക്കരണം നടത്താൻ എങ്ങനെ സാധിക്കുമെന്ന് സഭ ചിന്തിക്കണം.
അതിനൊക്കെ വേണ്ട പരിശീലനങ്ങൾ സഭ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിതാവേ, അൽമായരുടെ ഒരു കാലഘട്ടത്തെക്കുറിച്ചും അവർക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അങ്ങ് വിവരിക്കുകയായിരുന്നു. എന്തെങ്കിലും പരിശീലന പദ്ധതികൾ അഭിമന്യ പിതാവ് മിഷൻ്റെ സിറോ മലബാർ സഭയുടെ ഇന്ത്യയുടെ മുഴുവൻ മിഷൻ ചുമതലയിൽ മുഖ്യ സ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യുന്നു. സഭയുടെ ആഗോളതലത്തിലും ഭാരതത്തിലും മിഷൻ പ്രവർത്തനങ്ങൾക്ക് അൽമായർ കൂടുതൽ സജ്ജമാകാൻ എന്തെങ്കിലും പരിശീലനം പദ്ധതികൾ സഭ ആവിഷ്കരിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങൾ? എനിക്ക് തോന്നുന്ന സഭ ചെയ്യേണ്ട ഒരു വലിയ മേഖലയാണിത്. ഞാനൊരു ഉദാഹരണം പറയാം. എത്രയോ വൈദികർക്ക് റോമിൽ പഠിക്കാനും ലുവൈനിൽ പഠിക്കാനും പാരീസിൽ പഠിക്കാനും നമ്മൾ സ്കോളർഷിപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു. നമ്മുടെ അൽമായർക്കും അങ്ങനെ സ്കോളർഷിപ്പ് വാങ്ങിച്ചു കൊടുത്തുകൂടെ? ഏതെങ്കിലും ഒരു സെമിനാരിയിലെ ഒരു സുപ്രധാനപ്പെട്ട വിഷയം ഒരു അൽമായ കൈകാര്യം ചെയ്യുന്ന ഒരു കാലാവസ്ഥ നമ്മുടെ സഭ സ്വപ്നം കണ്ടിട്ടില്ല. അവനെ ബൈബിൾ പഠിപ്പിക്കാൻ ഒരുപക്ഷെ അച്ഛന്മാരെ പോലെ തന്നെ അൽമായനും സാധിക്കും. അൽമായൻ, ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, വൈദികരെ ബ്രഹ്മചര്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഒരു പക്ഷേ അച്ഛന്മാരെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അൽമായനാണ്. കാരണം ഞങ്ങൾ ഒരിക്കലും കാണാത്ത ഒരു സെക്ഷുവാലിറ്റി ഞങ്ങൾ പാഠപുസ്തകത്തിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും കട്ടെടുത്തതാണ് അവരെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അത് അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടിയവരാണ്. ഒരുപക്ഷെ കുറേ കൂടെ ആധികാരികമായിട്ട് സെക്ഷുവാലിറ്റിയുടെ സ്പിരിച്വാലിറ്റി അൽമായനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഇന്നത്തെ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ സ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്ലയൻറ്റ് ഫ്രണ്ട്ലിയാണ്. ഞാനൊരു കട വെഞ്ചരിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ എല്ലായിടത്തും സർക്യൂട്ട് ടി വി വെച്ചിട്ടുണ്ട്. ഒരു ക്ലയൻറ്റ് ഒരു കൗണ്ടറിൽ നിന്ന് സാധനം മേടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവൻ വിളിക്കപ്പെടും, ചോദ്യം ചെയ്യപ്പെടും. ഈ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഈസ് ദ സെയിൽ ഓഫ് ഗുഡ് ന്യൂസ്. കർത്താവിൻ്റെ സുവിശേഷം വിറ്റഴിക്കുന്നതാ. ആ വിറ്റഴിക്കുന്നതിൽ കാണിക്കുന്ന അലംഭാവങ്ങൾ. ഇപ്പം ഞാൻ പറയുന്നത്, അൽമായനെ ഇനിയും ഒരുപാട് അംഗീകരിക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അൽമായൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സെൻറ് തോമസ് കോളേജിൽ എന്നും പ്രിൻസിപ്പാൾ അച്ഛന്മാരായിരുന്നു. അച്ഛന്മാരൊന്നും UGC പാസ്സാകുന്നില്ല. അൽമായൻ അതുകൊണ്ട് പ്രിൻസിപ്പാളാകേണ്ട വന്നു. ഞാൻ 10 കൊല്ലം സെൻറ് തോമസ് കോളേജിൻ്റെ മാനേജറായിരുന്നു. എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ, ഒരുപാട് നല്ല പ്രിൻസിപ്പാൾ അച്ഛന്മാർ കടന്നു പോയിട്ടുള്ള സെൻറ് തോമസ് കോളേജിൽ അൽമായൻ പ്രിൻസിപ്പാളായപ്പോൾ അച്ഛന്മാരെക്കാളും ഒട്ടും മോശമായില്ല. ഒരുപക്ഷെ അച്ഛന്മാർ ചെയ്തതിനേക്കാളും വളരെ എഫിഷ്യൻസിയോടുകൂടി അവൻ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭയപ്പാടിൻ്റെ ഒരു കാലാവസ്ഥ നമ്മൾ മാറ്റണം. അൽമായനെ കുറേ കൂടെ അംഗീകരിക്കുകയും അവനെ ആദരിക്കുകയും അവനെ ഉപയോഗിക്കുകയും ചെയ്യണം. പുറപ്പാടിൻ്റെ ധന്യമായ ഒരു എപ്പിസോഡിലൂടെയാണ് നാം കടന്നുപോയത്. കഴിഞ്ഞ നിമിഷങ്ങൾ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ആടുകളുടെ മണമുള്ള ഇടയൻ നമ്മോടൊത്ത് വളരെ ആവേശത്തോടുകൂടെ ഹൃദ്യമായി തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ നിർദ്ദേശങ്ങളും നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. 100 കണക്കിന് ആളുകളല്ല, 1000 കണക്കിനല്ല, 10,000 കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ്, അൽമായരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഈ ആഹ്വാനം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇതൊരു പ്രവാചക ശബ്ദമായി നിങ്ങൾ കണക്കിലെടുക്കണം. ദൈവകരങ്ങളിൽ നിന്ന് ഈ വന്യപിതാവിൻ്റെ ആഹ്വാനം നിങ്ങൾ സ്വീകരിക്കണം. നമുക്ക് മിഷൻ പ്രവർത്തനങ്ങളിൽ സദാ ജാഗരൂകതയോടെ ഇറങ്ങിപ്പുറപ്പെടാൻ കാലമായിരിക്കുന്നു. ധാരാളം മിഷൻ പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. തുടങ്ങി വെച്ചവരൊന്നും അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വഴിവക്കുകളിൽ
കൂട്ടാളികളെ അന്വേഷിച്ച് പ്രാർത്ഥനയോടെ അവർ കരങ്ങൾ ഉയർത്തുന്നു. നമുക്കും അണിചേരാം. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ കാര്യങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോകാതെ സഭയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് വിശാല കാഴ്ചപ്പാടുകളുള്ള വലിയ അൽമായരായി, സഭ വിലമതിക്കുന്ന, ദൈവം വിലമതിക്കുന്ന ഉന്നതരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ശിരസ് നമിച്ച് അഭിവന്യ പിതാവിൻ്റെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട്, കർത്താവേ, പുതിയ മിഷൻ വേലകൾ, പുതിയ മിഷൻ വഴികൾ എനിക്ക് തുറന്നു തരണമേ എന്ന് ആത്മാർത്ഥതയോടെ, ദാഹത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. എല്ലാവരോടും നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങളുടെ ഈ കൂടിവരവിനെ അനുഗ്രഹിക്കണേ. കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ